കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ 3 പേർ മുങ്ങി മരിച്ചു. കർണാടക സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് മരണമടഞ്ഞവർ. വെങ്കിട്ടനാരായണൻ, വെങ്കിടേഷ്, ഇന്ദുധർ എന്നിവരാണ് മരിച്ചത്. ആ ദുരന്ത കാഴ്ചയിലേക്ക്. കേരളത്തിലെ വിവിധയിടങ്ങൾ സന്ദർശിച്ച ശേഷം മൈസൂരിലേക്ക് മടങ്ങും വഴിയാണ് 3 പേർ കാപ്പാട് ബീച്ചിൽ മുങ്ങി മരിച്ചത്. മൈസൂർ രാമകൃഷ്ണ നഗർ സ്വദേശികളായ വെങ്കിടേഷ്, വെങ്കിട്ടനാരായണൻ, ഇന്ദുധർ എന്നിവരാണ് മരിച്ചത്. ബീച്ചിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ഇന്ദുധറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റു 2 പേരും അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ മൃതദേഹം കാപ്പാട് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ വന്നു. അവിടെ കടൽ ശാന്തമായ കടലാണ്. ശാന്തമായ കടലിൽ അവർ വിചാരിച്ചു ഇറങ്ങാം, കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചുഴി വന്ന് ആളുകൾ എടുത്തുകൊണ്ട് 5 പേരേറ്റം മുങ്ങിപ്പോയിട്ടുണ്ട്. 2 പേരെ നാട്ടുകാർ രക്ഷിച്ചു, മറ്റവരെ ബോട്ട് വന്ന് എടുത്തു കൊണ്ടുവരിക ചെയ്ത്. ഒരാഴ്ച മുൻപാണ് അവധിക്കാലം ആഘോഷിക്കാനായി 20 അംഗ സംഘം കേരളത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചി ഇംതിയാസ് വധക്കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. മരട് അനീഷാണ് 1-ാം പ്രതി. 7 പ്രതികൾ ഉൾപ്പെടുന്ന കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. കൊച്ചി വടുതല സ്വദേശി ഇംതിയാസിനെ 2012 ഡിസംബർ 26-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചി കണ്ടെയ്നർ റോഡിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഗുണ്ടാ നേതാവ് മരട് അനീഷാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് വ്യക്തമായിരുന്നു. മറ്റൊരു ഗുണ്ടാ നേതാവായിരുന്ന ഭായി നസീറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഇംതിയാസിനെ മരട് അനീഷ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അന്വേഷണത്തിലെ അതൃപ്തി ചൂണ്ടിക്കാട്ടി ഇംതിയാസിന്റെ അമ്മ DGPക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് DYSP ബിജു കെ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. ഭായി നസീറും മരട് അനീഷും തമ്മിലുള്ള കുടിപ്പകയാണ് ഇംതിയാസിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ലോക്കൽ പോലീസിന്റെ കുറ്റപത്രം ശരിവച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ 7 പ്രതികളാണുള്ളത്. മരട് അനീഷ്, പാലാരിവട്ടം സ്വദേശി അജിത്ത്, സനീഷ്, ഭുവനേശ്വർ, സോനേകുമാർ, രാജ്കുമാർ, രാജീവ് എന്നിവരെ പ്രതികളാക്കിയുള്ള 108 പേജ് വരുന്ന കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് കൊച്ചി JFMC 2-ാം കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചട്ടവിരുദ്ധമെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനങ്ങൾ നടത്താൻ നീക്കം. പ്രൊഫസർ അടക്കമുള്ള അധ്യാപക തസ്തികകളിലേക്ക് വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ കോളേജ് നടത്തിപ്പിനായി സൊസൈറ്റി രൂപീകരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും ഇതുവരെ നടപ്പായിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ സ്ഥിര നിയമനങ്ങൾ നടത്താൻ പാടില്ലെന്നിരിക്കെയാണ് സ്പെഷ്യൽ ഓഫീസറുടെ പേരിൽ പത്രപരസ്യം നൽകി പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഉയർന്ന അധ്യാപക തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് തസ്തികയിലേക്കുള്ള നിയമന നടപടിയാണ് ആരംഭിച്ചത്. ഡോക്ടർമാരുൾപ്പെടെ 145 പേരെ സ്പെഷ്യൽ ഓഫീസർ നേരിട്ട് നിയമിച്ചത് സുതാര്യമല്ലെന്നും നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും കാണിച്ച് വിജിലൻസ് അന്വേഷണ സംഘം സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് നൽകിയത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജിലേക്ക് 1 വർഷമായിട്ടും ഒരാളെപ്പോലും PSC വഴി നിയമിച്ചിട്ടുമില്ല. സ്ഥലം MLA ഷാഫി പറമ്പിലും സ്പെഷ്യൽ ഓഫീസറും അടങ്ങുന്ന കോക്കസാണ് അഴിമതി നിയമനങ്ങൾക്ക് പിന്നിലെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് നിതിൻ കണിച്ചേരി പറഞ്ഞു. നിലവിൽ മെഡിക്കൽ കോളേജിന്റെ സ്പെഷ്യൽ ഓഫീസറായി ചുമതലയെടുത്തിട്ടുള്ള ആളും പാലക്കാട് MLAയും തുടങ്ങുന്ന ചില ആളുകൾ അടങ്ങുന്ന ഒരു കോക്കസ് നിയമനത്തിൽ വീണ്ടും അഴിമതി നടത്തുന്നതിന് വേണ്ടിയും ആ അഴിമതിക്ക് കളമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായ സൊസൈറ്റി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോഴും ഫയലിലാണ്. അതുകൊണ്ട് തന്നെ കോളേജിന്റെ നടത്തിപ്പും ഉടമസ്ഥാവകാശവും സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുന്നു. നിയമനങ്ങളിൽ അഴിമതി ആരോപണം ഉയരുമ്പോഴും സൊസൈറ്റി രൂപീകരണം വൈകുന്നത് ദുരൂഹമാണെന്ന നിലപാടിലാണ് യുവജന സംഘടനകൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അധികാരികളുടെ അവഗണന കൊണ്ട് നാശത്തിന്റെ വക്കിലാണ് മധ്യകേരളത്തിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ആലുവ മാർക്കറ്റ്. പുതിയ മാർക്കറ്റ് പണിതു നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായതോടെ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ് ഇവിടെ. വർഷകാലം അടുക്കുന്നതോടെ പകർച്ചവ്യാധികളും പടർന്നേക്കാമെന്ന ഭീതിയിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1 വർഷത്തിനുള്ളിൽ പുതിയ മാർക്കറ്റ് പണിതു നൽകുമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റിൽ ആലുവയിലെ പുതിയ മാർക്കറ്റിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. പഴയ മാർക്കറ്റ് പൊളിച്ചു കളഞ്ഞ് പുതിയത് പണിയാനായിരുന്നു പദ്ധതി. നിന്നിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയെങ്കിലും പുതിയത് പണിയാനുള്ള നടപടി തുടങ്ങാത്തതോടെ അവിടം മാർക്കറ്റിലെ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള സ്ഥലമായി മാറി. ആൾപ്പൊക്കത്തിൽ മാലിന്യം കുന്നുകൂടിയതോടെ അസഹനീയമായ ദുർഗന്ധത്തിനു പുറമെ മാർക്കറ്റിലെ തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചു. മാലിന്യം നീക്കം ചെയ്യാനുള്ള തുക വ്യാപാരികളിൽ നിന്നും മുനിസിപ്പാലിറ്റി അധികൃതർ കൃത്യമായി പിരിക്കുന്നുണ്ടെങ്കിലും നീക്കം ചെയ്യാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഈ വേസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ എലികൾ കയറി ഇറങ്ങുക, എലികൾ ചവിട്ടി നടക്കുക, ഇതിലൊക്കെ അത്ര വളരെ മോശമായൊരവസ്ഥയാണിത്. കൃത്യമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈസ ഓരോ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. 6-7ഓളം സഹപ്രവർത്തകർ ഈ മാലിന്യത്തിൽ ചവിട്ടി
ഡെങ്കിപ്പനി എലിപ്പനി മൂലം ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പ്രതിദിനം 5000-ത്തിലധികം വാഹനങ്ങൾ എത്തുന്ന മാർക്കറ്റിൽ വെള്ളത്തിനായി ആകെയുള്ളത് ഒരു പൊതുപൈപ്പ് മാത്രം. തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാനെത്തുന്നവർക്ക് പോലും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.